അസ്സാം വലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 750 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റ് സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള 3 വില്ല പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുള്ള നല്ല പുതിയ വില്ലയാണ് കേട്ടോ. താമസിച്ചിട്ടില്ല, നല്ല പുതിയ വില്ലയാണ്. നേരെ ഫ്രണ്ടിലൂടെ ആയിട്ട് ടാറിട്ട പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട്. നേരെ 3 വില്ലക്കും ഫ്രണ്ടിൽ റോഡ് ഫ്രണ്ടേജ് ആണ്. നേരെ മുൻഭാഗം റോഡ് ഫ്രണ്ടേജ് ആണ്. നല്ല സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലെ 2 ഈ പ്രോപ്പർട്ടിയും 4 സെൻറ്റിലാണ്. ഒന്ന് 4 സെൻറ്റിൽ, നേരെ ഈ കാണുന്ന ഇതും 4 സെൻറ്റിൽ. ഈ ഒരു വില്ലയിൽ, ഫസ്റ്റ് കാണുന്ന ഈ ഒരു വില്ലയിൽ അതിൽ ഓപ്പൺ വെൽ കിണറുണ്ട്. തൊട്ട് ചാരി കാണുന്ന ഈ 2 വില്ലക്ക് ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു കിണറാണുള്ളത്, ഒരു ഓപ്പൺ വെൽ കിണറാണുള്ളത്. അതിൽ നിന്ന് ഈ 2 വില്ലയിലേക്കും പമ്പിങ് ഉണ്ട്, മോട്ടർ വെച്ചിട്ടുണ്ട്. അതിൽ ഈ വില്ല വാങ്ങുന്നവർക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം ഇവർ എഴുതി തരും. അങ്ങനെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് മൊത്തത്തിലാണ് വാങ്ങണം എങ്കിൽ, മൊത്തത്തിൽ എടുക്കുകയാണ് എങ്കിൽ ഇത് വാടകയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്ന, വലിയൊരു വിലയൊന്നും പാർട്ടി ഇതിന് ചോദിക്കുന്നില്ല കേട്ടോ. വളരെ തുച്ഛമായ വില മാത്രമാണ് പാർട്ടി ഈ മൊത്തത്തിൽ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ. ഇതാണ് 2 ഷട്ടർ ഇട്ട ഒരു റൂമുണ്ട്. ഇതിൽ കച്ചവടത്തിനെല്ലാം അനുയോജ്യമായിട്ടുള്ള 2 ഷട്ടർ റൂമുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല നീളത്തിൽ കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട്, ഷട്ടറിൻ്റെ മുകളിലായിട്ട് ഒരു ബാച്ചിലർ പാർട്ടിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചണ്, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ്. ഇതിൻ്റെ സൈഡിൽ നിന്നായിട്ട് മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഈ പ്രോപ്പർട്ടി. സെപ്പറേറ്റ് ആണെന്നെങ്കിൽ അങ്ങനെയും കച്ചവടത്തിന് തയ്യാറാണ്. ഇനി അല്ല മൊത്തത്തിലാണ് എങ്കിൽ അതിങ്ങനെയും പാർട്ടി തയ്യാറാണ്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണറുണ്ട്. ഈ 2 ഫ്ലാറ്റുകൾക്ക് ഈ ഒരു കിണറിൽ നിന്നാണ് നിലവിൽ ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളത് സെയിലാവുമ്പോൾ ഇവർക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം ഇവർ എഴുതി തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണിത്. ഈ ഒരു വില്ല ഞാൻ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വില്ല ഫസ്റ്റിൽ കാണുന്ന 4 സെൻറ്റ് സ്ഥലം, ഇതിൽ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇതിൽ ഓപ്പൺ കിണറുണ്ട്. ഈ ഒരു വില്ലക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കിണറാണുള്ളത്. ഇതിനവർ ചോദിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. 19 ലക്ഷം രൂപ വില നെറ്റ് റേറ്റാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകളുണ്ടാവും. ഈ ഒരു വില്ലേൻ്റെ വില കേട്ടോ ഇപ്പോൾ ഞാൻ പറയുന്നത്. 4 സെൻറ്റിൽ ഓപ്പൺ കിണറില്ല ഈ ഒരു വില്ല. ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല എല്ലാ വർക്കും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വില്ലയാണ്. 2 ബെഡ്റൂമാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് 2x2 2 സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. 3 വ്യത്യസ്ത രീതിയിലുള്ള വില്ലകളാണ്. ഏകദേശം 4 സെൻറ്റിലാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. റോഡ് ഫ്രണ്ടേജ് ആണ്. കയറി വരുന്നത് ഫസ്റ്റ് ഒരു ഹാളിലേക്കാണ്. അത്യാവശ്യം വലിയൊരു ഹാള്. ടോട്ടലി 750 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 2x2 സൈസിലുള്ള മാർബോണൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ്. അത് നമുക്കിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇതിൽ ഫർണിച്ചർ എല്ലാം കൂടെ വരുമ്പോൾ, ആ കർട്ടനൊക്കെ വരുമ്പോൾ ആ വീടിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഭംഗി നമ്മൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതാണ് ഒരു ബെഡ്റൂം. ഏകദേശം 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് 2ഉം. രണ്ട് ഭാഗവും ചുമരിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അലമാരക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചുമരിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗവും എല്ലാം നല്ല ക്ലിയർ ആണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വില്ല തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2ാമത്തെ ബെഡ്റൂം. 10x10 സൈസിൽ വരുന്ന 2 ബെഡ്റൂമാണ്.
മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകൾ, അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് ഫാൻസി ലൈറ്റുകൾ, എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ മാക്സിമം ഇവർ ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം, സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഫുള്ള് സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല ലേറ്റസ്റ്റ് മോഡൽ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇനി നേരെ കിച്ചൺ സ്ലാബ് ഉണ്ട്, പുകയില്ലാത്ത ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലൊരു പാതി ഭാഗം ചെറിയ രീതിയിലുള്ള സെറാമിക് ടൈൽ. രണ്ട് ബെഡ്റൂം ഇതേ സൈസിൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമത്തെ വില്ലുള്ളത് അത് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതേ സെയിം രീതി തന്നെയാണ് മറ്റേയുള്ള ആ വില്ലയും ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം, യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇടനാഴി, സ്റ്റെയറിൻ്റെ അടിഭാഗത്തൊരു ഇടനാഴി കൊടുത്തിട്ട് ഇതാണ് ഇതിൽ കിച്ചൺ. ഇതിന് അവർ ചോദിക്കുന്നത് 18 ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക്. 4 സെന്റ് സ്ഥലമാണുള്ളത്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. നല്ലൊരു ഏരിയ. അപ്പോൾ നിങ്ങൾ ഈ കണ്ട 4 സെന്റിൽ ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള 750 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള 3 വില്ലകളാണ് ഇന്ന് വിൽപ്പനക്ക്. അപ്പോൾ അതിന്റെ ഉൾഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല, വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇതിൽ വില ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടെ പറയാം. ഫസ്റ്റിൽ 4 സെന്റിൽ വരുന്ന ഓപ്പൺ കിണറുള്ള ഫസ്റ്റിൽ കാണുന്ന വില്ല 750 സ്ക്വയർ ഫീറ്റ്, അതിനവർ ചോദിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. തൊട്ടടുത്തായിട്ടുള്ള 2 വില്ലുണ്ട്, അതിനവർ 18 ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട്. വില ചെറുതായിട്ട് കുറയുള്ളൂ, വലിയൊരു വില നമ്മൾ മൈനസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം അവര് ഏറ്റവും നെറ്റ് റേറ്റ് ആണ് അവരിപ്പോ ഓൾറെഡി ചോദിക്കുന്നത്, അത്രയും അവർക്ക് അതിന് വില ആയിട്ടുണ്ട്. അപ്പൊ വലിയൊരു വില കുറവൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറയും, അത്രത്തേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റിലെ ഒരു 19 ചോദിക്കാൻ കാരണം ഇതിൽ ഓപ്പൺ വെൽ കിണറുണ്ട്, സാധാരണ ഒരു കിണറുണ്ട്. മറ്റ് 2 വില്ലുകളിലും ഒരു കോമൺ ആയിട്ട് ഇതിന്റെ ലാസ്റ്റിൽ ഷട്ടർ റൂം ഉണ്ട്. ആ ഷട്ടർ റൂമിന്റെ അടിഭാഗത്തായിട്ട് അവർ കിണർ ഒഴിച്ചിരിക്കുകയാണ്. ആ കിണറിനാണ് ഇപ്പോൾ നിലവിൽ മറ്റുള്ള 2 ഫ്ലാറ്റിലെ വില്ലകളിലേക്കും വെള്ളം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം അവർ എഴുതി തരും. ഇനി മൊത്തത്തിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ, ആരെങ്കിലും മൊത്തത്തിൽ വാങ്ങിയിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണ് പറ്റുന്ന നല്ല അനുയോജ്യമായ സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഈ വീടുകൾ വാടകയ്ക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചിട്ട് അവിടെ അന്വേഷണം വരാറുണ്ട്. വിൽപ്പനയ്ക്ക് വെച്ച സ്ഥിതിക്ക് പാർട്ടി അത് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. അത് ആർക്കെങ്കിലും വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കുന്ന നല്ലൊരു ചെറിയ വിലയിലെ നല്ലൊരു വില്ല പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിനുള്ള റേറ്റ് നമുക്ക് നേരിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. 2 ഷട്ടർ റൂം, 3 വില്ല. ഈ 2 ഷട്ടർ റൂമിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഫാമിലിക്ക്, ചെറിയ ബാച്ചിലർ ഫാമിലിക്ക് പറ്റുന്ന ഒരു
ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, അതുപോലെ തന്നെ ചെറിയൊരു കോമൺ ടോയ്ലറ്റ്, ഇത്രയാണുള്ളത്. ടോട്ടൽ വില്ലകൾ 4 സെന്റ് സ്ഥലത്ത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടില് നല്ല ഫുള്ള് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാള് ഗേറ്റ് ഇതെല്ലാം വെച്ചിട്ടുള്ള ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇനി ഇത് സ്ഥിതി ചെയ്യുന്നത് പേലേപ്പുറം ചെറുവട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ വണ്ടൂര് എളങ്കൂർ മഞ്ചേരി റോഡുണ്ട്. എളങ്കൂർ മഞ്ചേരി റൂട്ടിൽ പേലേപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് എളങ്കൂറിലേക്ക് പോവാം. അതുപോലെ തന്നെ വണ്ടൂര്, ഇവിടെ ചാരങ്കാവ്, മഞ്ചേരി വഴി ആ ഒരു ഭാഗത്തായിട്ട് അറിയപ്പെടുന്ന കുറച്ചൊരു വലിയൊരു അങ്ങാടിയാണ്. ബാങ്ക്, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള വലിയൊരു അങ്ങാടിയാണ് ഈ പേലേപ്പുറം എന്ന് പറയുന്നത്. ഈ പേലേപ്പുറം അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ ദൂരപരിധി, 700 മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ചെറുവട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളൊരു വഴിദൂരം എന്ന് പറയുന്നത്. പേലേപ്പുറം ചെറുവട്ടി. അപ്പോൾ 3 വില്ലകൾ സെപ്പറേറ്റ് റേറ്റ് ആണ്. മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.